സയൻസ് എന്ന് പറയുന്നത് അറിവാണ്. അന്ധവിശ്വാസങ്ങൾ പാടില്ല. നമ്മുടെ പല അനാചാരങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും എല്ലാം സയൻസിനെതിരാണ്. അതുകൊണ്ട് നമ്മൾ അറിവ് സമ്പാദിക്കുകയും അറിവിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. അറിയുന്നത് പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലെങ്കിൽ അറിവ് സമ്പാദിച്ചതിന് ശേഷം പിന്നെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും നമ്മൾ മുഴുകുന്നത് വളരെ മോശമായിരിക്കും. അത് നമ്മൾ വിജയത്തിലേക്ക് നയിക്കുകയില്ല. അതുകൊണ്ട് ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും തൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ഒപ്പം ജീവിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള കാടുകളെയും മലകളെയും ഒക്കെ നഷ്ടപ്പെടുത്തി ഉള്ള വെള്ളമൊക്കെ ദുരുപയോഗിച്ച് ഇങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. നമ്മളെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാട് എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയോ അതേപോലെ തന്നെ ഇനി വരും തലമുറക്ക് നമ്മൾ കൈമാറേണ്ടതുണ്ട്. അല്ലാതെ ഇവിടെയുള്ള എല്ലാം ഉപയോഗിച്ച് നാശപ്പെടുത്തി പിന്നെ മറ്റുള്ളവർക്ക് ഒരു മരുഭൂമിയെ നമ്മൾ കൊടുത്താൽ അവർ നമ്മളെ വളരെയധികം സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലാക്കണം. വളരുന്ന കുട്ടികൾ ഇതിനെപ്പറ്റി വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പുസ്തകങ്ങൾ, വായന, എഴുത്ത് ഇതെല്ലാം അറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മാർഗങ്ങൾ മാത്രമാണ്. അത് തന്നെയാണ് അറിവെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ പുസ്തകങ്ങളിലും മറ്റേ ഇതിലുമൊക്കെ ആയി നിന്നാൽ ശരിയാവുകയില്ല. നമ്മൾ പഠിക്കുന്നതെന്തോ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും അതുപോലെ ജീവിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് ക്ഷണിക്കുകയും വേണം. അല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് പഠിച്ച് പരീക്ഷ പാസ്സാകാൻ വേണ്ടി കുറേ പേജുകൾ ബൈഹാർട്ടാക്കിയത് കൊണ്ട് അത് അറിവാകുകയില്ല. അതുകൊണ്ട് ശരിയായ അറിവിലേക്കുള്ള ശ്രമങ്ങളാണ് പഠിക്കുന്ന കുട്ടികൾ നടത്തേണ്ടത്. ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വെറും പുസ്തകങ്ങളിൽ നമ്മൾ പിന്നെ പഠനം ഒതുങ്ങാതെ നമ്മൾ പഠിക്കുന്നത് അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റുമുള്ള പല ജീവജാലങ്ങളുമുണ്ട്, അതിനെപ്പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. അതൊന്നും അറിയാതെ നമ്മൾ വെറും പുസ്തകങ്ങളുമായി നടന്നാൽ അത് നമ്മളെ അറിവിലേക്ക് കൊണ്ടുപോവുകയില്ല. നമ്മൾ ഒരു പിന്നെ ഇതിൽ മാത്രം നിന്നുകൊണ്ട് മറ്റെല്ലാം മറന്നും കൊണ്ട് ജീവിച്ചാൽ ശരിയാവുകയില്ല. നമ്മളുടെ മേലെ ആകാശമുണ്ട്, താഴെ ഭൂമിയുണ്ട്. ആകാശത്തിൽ എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട്, അതേപോലെ തന്നെ ഭൂമിയിലും എത്രയോ അത്ഭുതങ്ങളുണ്ട്. ഇതെല്ലാം അറിയാനുള്ള ഒരു ശ്രമത്തിലായിരിക്കണം മനുഷ്യൻ്റെ പ്രവർത്തനം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളിലെല്ലാം വളരെ അധികം ശ്രദ്ധ ചെലുത്തിയുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഒരു 2 തരം റെക്കോർഡാകാത്ത പുതിയ മത്സ്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള പല ജീവജാലങ്ങളും ഇതുവരെ ലോകം അറിയാത്തത് എത്രയോ ഉണ്ട്. അതെല്ലാം കണ്ടുപിടിക്കണം, അതെല്ലാം മനസ്സിലാക്കണം എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള ഇനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഭൂമിയിൽ ഒന്നും കുറവില്ല. അതുകൊണ്ട് നമ്മളും പുതിയ തരം ഇനങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്തോ അത് നമ്മൾ ചെയ്യേണ്ടി വരുന്ന നിർബന്ധിതരാകും. അതായത് നമുക്ക് പിന്നെ ഒഴുക്കിനെതിരായിട്ട് നീന്താൻ പറ്റുകയില്ല. അപ്പോൾ അതിൽ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ വാസനകൾ, ഓരോ കുട്ടിക്കും ഓരോ വാസനകളുണ്ടാവും, ഓരോ കഴിവുകളുണ്ടാവും. എല്ലാ വ്യക്തികളും അവൻ്റെ മുഖം വ്യത്യാസമായതുപോലെ അവൻ്റെ കഴിവുകളും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഉയരാനുള്ള അവസരം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയും ആ കഴിവുകൾ വളർത്തിക്കൊണ്ട് പോയാൽ
നിങ്ങൾക്കും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് സഹജമായ ഈ ഗൂഗിൾസും മറ്റ് പലതും എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഈ നമ്മുടെ അന്വേഷണങ്ങൾ വളരെ എളുപ്പത്തിൽ പിന്തുടരാൻ സാധിക്കുകയും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യാം. ഒരു സാധനത്തിൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അത് റിഫർ ചെയ്താൽ പറഞ്ഞു തരാനുള്ള ആളുകൾ ഇപ്പോഴുണ്ട്. ഞാൻ പഠിച്ച കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് പഠിക്കുന്ന ഈ കുട്ടികൾ വളരെ എന്താണ് പറയുക, ഭാഗ്യവാന്മാരാണ്. അവർക്ക് പലതും പഠിക്കാൻ സാധിക്കും. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അറിവ് വർദ്ധിക്കാനുള്ള ശ്രമത്തിലായിരിക്കണം കുട്ടികൾ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. 28 ഫെബ്രുവരി ദേശീയ ശാസ്ത്ര ദിനം അഥവാ നാഷണൽ സയൻസ് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയുമാണല്ലോ. ഈ ഒരു പരിശ്രമത്തെ വളരെ കൗതുകപൂർവവും ജിജ്ഞാസയോടെയും അന്വർത്ഥമാക്കാൻ വേണ്ടി അൽ-ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിശ്രമിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതിൽ വളരെയധികം സംതൃപ്തി തോന്നുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യക്കാരനായിരുന്ന മഹാശാസ്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായിരുന്ന സർ CV രാമൻ്റെ പേരിലാണ് ഈ ഒരു ദിനം നാഷണൽ സയൻസ് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. രാമൻ എഫക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ പ്രഭാവം കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ലോകം നോബൽ സമ്മാനം നൽകി ആദരിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന കുട്ടികളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, അതേ ക്യൂരിയോസിറ്റിയാണ് ഓരോ മഹാശാസ്ത്രജ്ഞനെയും ഓരോ സയൻറ്റിസ്റ്റിനെയും അയച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ക്യൂരിയോസിറ്റിയാണ് അത്തരം ശാസ്ത്രജ്ഞരെ നോബൽ സമ്മാനം വരെ നേടാൻ പ്രാപ്തരാക്കുന്നത്, അതിന് കഴിവുള്ളവരാക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പങ്കുവയ്ക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ എത്ര വളർന്നാലും ഇപ്പോഴുള്ള ആ ഒരു ജിജ്ഞാസയും ക്യൂരിയോസിറ്റിയും നിങ്ങൾ ഇല്ലാതെയാക്കരുത്. ചുറ്റുപാടുകളെക്കുറിച്ചും നേച്ചർ അഥവാ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലായ്പ്പോഴും ജിജ്ഞാസ ഉള്ളവരായിക്കൊണ്ടിരിക്കുക. അത്തരം ചിലരുടെ ജിജ്ഞാസയുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും. മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും മറ്റു യാത്രാ സൗകര്യങ്ങളായാലും എല്ലാം. സർ CV രാമൻ്റെ ജീവിതം ഓരോ വിദ്യാർത്ഥിക്കും വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. രാമനാഥൻ അയ്യർക്കും പാർവതി അമ്മാളിനും 1888 തമിഴ്നാട്ടിലെ ട്രിച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. CV രാമൻ്റെ പിതാവ് വിശാഖപട്ടണത്തിലെ ഒരു കോളേജിലെ മാത്തമാറ്റിക്സ് ഫിസിക്സ് അധ്യാപകനായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് CV രാമൻ ഫൈനാൻഷ്യൽ സിവിൽ സർവീസ് എക്സാം എഴുതിക്കൊണ്ട് അസിസ്റ്റന്റ് അക്കൗണ്ട് ജനറലായിട്ട് ജോലിക്ക് ചേർന്നു. അങ്ങനെ കൽക്കട്ടയിലാണ് അദ്ദേഹം ജോലിക്ക് ചേർന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യവും പാഷനും ഒക്കെ സയൻസിലായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ജോലി കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് കൽക്കട്ടയിലുണ്ടായിരുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേഷൻ ഓഫ് സയൻസസിൽ പോയിട്ട് സയൻസ് റിസർച്ച് ചെയ്തു. ഒഴിവ് സമയങ്ങളിൽ ഒക്കെ പോയിട്ട് സയൻസ് റിസർച്ച് ചെയ്തു. രാത്രി വളരെ വൈകി വരെ അദ്ദേഹം തൻ്റെ ഗവേഷണങ്ങളിൽ, തൻ്റെ റിസർച്ചിൽ മുഴുകി ഇരിക്കുമായിരുന്നു. വിജയം നേടുന്നതിൽ ഒരു വിഷയത്തോടുള്ള നമ്മുടെ താല്പര്യവും അർപ്പണബോധവും എത്രമാത്രം പ്രധാനമാണ് എന്ന് ഈ ഒരു സംഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പാഷൻ ആൻഡ് ഹാർഡ് വർക്ക്. നമുക്കറിയാം, ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ അതിന് നിറമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നല്ല ആഴമുള്ള ഒരു കടലിൻ്റെ മുകളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കടും നീല നിറത്തിലാണ് കടലിനെ കാണുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ഒരു ജിജ്ഞാസ CV രാമന് ഒരിക്കലുണ്ടായി. അദ്ദേഹം കപ്പലിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ ഉള്ള ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു.
അപ്പോൾ അദ്ദേഹം ആ ജിജ്ഞാസ ഉണ്ടായിട്ട് കപ്പലിൽ വെച്ച് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സിമ്പിളായിട്ടുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ചെയ്യുകയാണ്. അന്ന് ആളുകൾ വിചാരിച്ചിരുന്നത് കടലിന്റെ നീല നിറം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം ആണ് എന്നായിരുന്നു ആളുകൾ വിചാരിച്ചിരുന്നത്. എന്നാൽ സി വി രാമന് തൻ്റെ എക്സ്പെരിമെന്റ്സിലൂടെ മനസ്സിലാക്കി അത് നീല നിറത്തിലുള്ള വെളിച്ചത്തെ, പ്രകാശത്തെ വെള്ളം കൂടുതലായിട്ട് സ്കാറ്ററിങ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതാണ് പാഷൻ. ഒരു സംഗതിയെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. അങ്ങനെ സി വി രാമൻ തൻ്റെ യാത്ര കഴിഞ്ഞു തിരിച്ചെത്തിയ ശേഷവും ലൈറ്റിനെ സംബന്ധിച്ച എക്സ്പെരിമെന്റുകൾ തുടർന്നുകൊണ്ടിരുന്നു. അതിലാണ് അദ്ദേഹം കണ്ടെത്തിയത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് അഥവാ ദ്രാവകത്തിലൂടെ ഒരു പ്രത്യേക നിറത്തിലുള്ള ഒരു വെളിച്ചം ലൈറ്റ് കടത്തിവിട്ടാൽ അപ്പുറത്ത് കാണുന്നത് നേരിയ തോതിൽ മറ്റു ചില നിറങ്ങൾ കൂടി അപ്പുറത്ത് കാണാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ രാമൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നതും ഇതിന്റെ അനുബന്ധിച്ചുള്ള ഗവേഷണങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടാനായതും. അദ്ദേഹത്തിന്റെ ഈ ഒരു പരീക്ഷണം അതിന് റിസൾട്ട് കിട്ടിയ ദിവസമായിരുന്നു ഫെബ്രുവരി 28, 1928. അതിനാലാണ് നമ്മൾ ആ ഒരു ദിവസത്തെ തന്നെ നാഷണൽ സയൻസ് ഡേ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുമ്പോൾ ഏഷ്യയിൽ തന്നെ ആദ്യമായി നോബൽ സമ്മാനം, സയൻസിൽ നോബൽ സമ്മാനം കിട്ടുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ ഇൻസ്പിറേഷണലായ, പ്രചോദനജനകമായ മറ്റൊരു സയന്റിസ്റ്റിന്റെ ജീവിതം കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ്മോളജിസ്റ്റുകളിൽ ഒരാളായ റഷ്യക്കാരനായ റാഷിദ് അലിയവിച്ച് സുനിയാവ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ റിസർച്ച് മെന്ററും കൂടിയാണ് സുനിയാവ് സെൽദോവിച്ച് എഫക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രഭാവം കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും പഠനങ്ങളും പ്രപഞ്ചത്തിന്റെ ആരംഭത്തെക്കുറിച്ചും തമോഗർത്തങ്ങൾ എന്നറിയപ്പെടുന്ന അഥവാ ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്ന ആകാശത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ മനുഷ്യരാശിയെ സഹായിച്ചു. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം നോബൽ സമ്മാനം ഇതുവരെ നേടിയിട്ടില്ലെങ്കിലും നോബൽ സമ്മാനത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്. 1943 അന്നത്തെ USSRൽ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമായിട്ടുള്ള താഷ്കന്റ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് അലി സുനിയാവ്, മാതാവ് സയീദ ദാവിയത്ത് കിലിദീവ. പഴയ സിൽക്ക് റോഡിന്റെ അടുത്ത് വരുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സമയത്താണ് റാഷിദ് ജനിച്ചു വീണത്. യുദ്ധം നടക്കുന്ന സമയമായതിനാൽ യുദ്ധത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പട്ടാളക്കാർക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ എല്ലാ റിസോഴ്സുകളും വിഭവങ്ങളും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പകുതി പട്ടിണിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന് മുലയൂട്ടാനുള്ള പാല് പോലും ഉണ്ടായിരുന്നില്ല. അവർ അവിടെ മുറിവേറ്റ പട്ടാളക്കാർക്ക് ഉള്ള ഫാർമസിയിൽ ജോലി ചെയ്യുകയായിരുന്നു. കുഞ്ഞു റാഷിദിന് 2 ഗ്ലാസ് പാല് വാങ്ങാൻ വേണ്ടി കിട്ടിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനായിട്ട് തന്നെ അവർക്ക് ചെലവഴിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആ സമയത്ത് പട്ടാളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. കുഞ്ഞു റാഷിദിന് 2 വയസ്സായപ്പോഴാണ് യുദ്ധം കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി നീണ്ട നിരകളായി ആളുകൾ അക്കാലങ്ങളിൽ ക്യൂ നിൽക്കുന്നത് കാണാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് 11 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ ഒരിക്കൽ ഒരു ട്രക്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഇനി അദ്ദേഹത്തിന്റെ ഒരു രോഗം കാരണം ഇനി ഒരിക്കലും അദ്ദേഹത്തിന്റെ പിതാവിന് നടക്കാൻ സാധിക്കില്ല എന്ന് അവർ അറിയിക്കുകയാണ്. ഈ ഒരു സംഗതി റാഷിദിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. എന്നാൽ അതിലും ചില പോസിറ്റീവായിട്ടുള്ള സംഗതികൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുഞ്ഞു റാഷിദിന്റെ പിതാവ് എന്നും അദ്ദേഹത്തിന് കഥകളും കവിതകളും ഒക്കെ പറഞ്ഞു കൊടുക്കും.
റാഷിദിന്റെ കൗതുകം നിറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം പിതാവിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരങ്ങളുണ്ടായിരുന്നു. റാഷിദ് സ്കൂളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു. വളരെ ക്യൂരിയസ് ആയ, വളരെ ജിജ്ഞാസയുള്ള റാഷിദ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ സ്കൂളിലെ പല അധ്യാപകർക്കും ഉത്തരം പറയാൻ സാധിക്കാത്തതിനാൽ അവർ അത്ര സന്തോഷത്തിലായിരുന്നില്ല. പക്ഷെ റാഷിദിന് അദ്ദേഹത്തിന്റെ പിതാവ് വൈകിട്ട് വീട്ടിൽ ചെന്നാൽ തന്റെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു തരും എന്നറിയാമായിരുന്നതിനാൽ സന്തോഷവാനായിരുന്നു. റാഷിദിന് ഹിസ്റ്ററിയും ജിയോഗ്രഫിയും സാഹിത്യവും ഒക്കെയായിരുന്നു ഇഷ്ടം. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവ് മാത്തമാറ്റിക്സിലായിരുന്നു. അന്ന് നടക്കാറുണ്ടായിരുന്ന മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡുകളിൽ മിക്കതിലും കുഞ്ഞു റാഷിദ് വിജയിക്കുമായിരുന്നു. കുഞ്ഞു റാഷിദ് തെളിഞ്ഞ ആകാശത്തെയും അതിലെ നക്ഷത്രങ്ങളെയും നോക്കി ആസ്വദിക്കുമായിരുന്നു. അന്ന് കുട്ടികളെല്ലാം കൂടി വീടിന്റെ മുറ്റത്ത് ആകാശം നോക്കി കിടക്കുകയും അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്ന കുഞ്ഞു റാഷിദ് തന്റെ കൂട്ടുകാർക്ക് കാണാത്ത നക്ഷത്രങ്ങൾ തനിക്ക് കാണാം എന്നതിനാൽ വളരെ സന്തുഷ്ടനായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു എന്ന് അദ്ദേഹം ഓർത്തു പറയുന്നുണ്ട്. റാഷിദിന് 16 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് ഒരു മാത്തമാറ്റീഷ്യൻ ആവാനും പഠനത്തിനായി എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ റാഷിദിന്റെ ഇഷ്ടം ഹിസ്റ്ററി ആയിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാകും, അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് റാഷിദിന്റെ കഴിവ് എന്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ വഴിതിരിച്ചുവിട്ടത് എന്ന് ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാകും. യൂണിവേഴ്സിറ്റിയിലെത്തിയ റാഷിദ് പിന്നീട് ഫിസിക്സ് തന്റെ ഇഷ്ട വിഷയമായിട്ട് തെരഞ്ഞെടുത്തു. 22 വയസ്സായപ്പോൾ അദ്ദേഹം യാക്കോവ് സിൽദോവിച്ച് എന്ന ശാസ്ത്രജ്ഞനെ കണ്ടുമുട്ടുകയും തന്റെ റിസർച്ച് സൂപ്പർവൈസറായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. യാക്കോവ് സിൽദോവിച്ചിനെ കണ്ടുമുട്ടിയത് റാഷിദിന്റെ ജീവിതത്തെ ആകെ സ്വാധീനിച്ചു. ആദ്യത്തിൽ റാഷിദ് സുനിയാവ് കോസ്മോളജിയിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സിൽദോവിച്ച് തന്ത്രപൂർവം റാഷിദിനോട് കോസ്മോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് കൊടുത്തുകൊണ്ട് റാഷിദിനോട് പറഞ്ഞു, ഇതൊന്ന് സോൾവ് ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പ്രോബ്ലം സോൾവ് ചെയ്തതോടുകൂടി റാഷിദിന് കോസ്മോളജിയിൽ താല്പര്യം ജനിക്കുകയും സിൽദോവിച്ചിന്റെ കൂടെ ഗവേഷണത്തിന് തയ്യാറാവുകയും ചെയ്തു. പ്രപഞ്ചത്തിനെ കുറിച്ച് ചില മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളിലൂടെ വിവരിക്കാൻ സാധിക്കുന്നു എന്ന കാര്യം റാഷിദിന് വളരെയധികം താല്പര്യജനകമായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ മാത്തമാറ്റിക്സിൽ വളരെ കഴിവുള്ള ആൾ കൂടിയാണല്ലോ. അങ്ങനെ ഒരു മഹാനായ കോസ്മോളജി ശാസ്ത്രജ്ഞനെ മനുഷ്യരാശിക്ക് കിട്ടി. പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചും ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും ഒക്കെ നിർണായകമായ പല വിവരങ്ങളും നമുക്ക് കിട്ടിയത് റാഷിദ് സുനിയാവിന്റെ പഠനങ്ങൾ വഴിയാണ്. വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഈ 2 ശാസ്ത്രജ്ഞരുടെയും ജീവിതത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ ഇഷ്ടമായിരിക്കില്ല നമ്മുടെ കഴിവ് എന്നുള്ളത് ഒരു കാര്യമാണ്. കഠിന പ്രയത്നം ജീവിതത്തിന് അത്യാവശ്യമാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. ഒരു വിഷയത്തിൽ മുന്നേറാൻ പാഷൻ കൂടി അത്യാവശ്യമാണ്. വളരെയധികം താല്പര്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന്. കുട്ടിക്കാലത്തുള്ള ആ ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റി എന്നെന്നും നിലനിർത്തേണ്ടതാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. ഇതോടൊപ്പം നമ്മൾ മറക്കരുതാത്ത മറ്റൊന്നു കൂടിയുണ്ട്. സയൻസ് നമ്മെ രോഗം ചികിത്സിക്കാൻ സഹായിക്കും. സയൻസ് നമുക്ക് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും യാത്രാ സൗകര്യങ്ങളും മനുഷ്യജീവിതം സുഖകരമാക്കുന്ന ഒരുപാട് സൗകര്യങ്ങളും നമുക്ക് നൽകും. പക്ഷേ നല്ല മനുഷ്യനാകാൻ ചീത്ത എന്ത് എന്ന് മനസ്സിലാക്കാൻ സയൻസിന് കഴിയില്ല. അത് വേറെ സോഴ്സുകളിൽ നിന്ന്, വേറെ സ്രോതസ്സുകളിൽ നിന്ന് വരേണ്ട ജ്ഞാനമാണ്. സയൻസിനപ്പുറത്ത് ലോജിക്കുണ്ട്, ധാർമ്മിക ബോധമുണ്ട്. ചരിത്രവും ധാർമ്മികതയും പോലെ വിശ്വാസം വഴി ആർജിക്കുന്ന പലതരം അറിവുകളുണ്ട്. അതിനാൽ കുട്ടികളെ, നിങ്ങൾ ഭാവിയുടെ വലിയ വലിയ സയന്റിസ്റ്റുകളായി മാറാൻ സ്വപ്നം കാണുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിൽ വലിയ ആളുകളായി മാറാൻ സ്വപ്നം കാണുക. അതോടൊപ്പം വിനയമുള്ളവരാവുക. നാടിനും ലോകത്തിനും നാട്ടുകാർക്കും നന്മ ചെയ്യുന്ന നല്ല മനുഷ്യർ കൂടി ആയി മാറുക. ഇതുവരെ എന്നെ കേട്ടതിന് വളരെയധികം നന്ദി. സലാം, ഗുഡ് ബൈ. What comes into your mind when you hear the name C.V. Raman? The inventor, the explorer, the scientist.
Sir Chandrasekhara Venkatraman, the Indian physicist who made his motherland proud by becoming the first Indian to win the Nobel Prize for Physics. So, who is this C.V. Raman? How did he achieve all the things? And what is the story behind him? In this video, we will find out. Sir Chandrasekhara Venkatraman was born on November 7, 1888 in the city of Tiruchirappalli, Madras. Raman's father was Chandrasekhan Ramanathan Iyer and his mother was Parvati Ammal. His father, initially a school teacher and became a lecturer in mathematics and physics in Visakhapatnam. He displayed a brilliant mind even as a child and passed his matriculation examination when he was just 11. In 1903, aged just 14, Raman set off for great city of Madras, now known as Chennai, to live in a hostel and begin a bachelor's degree at Presidency College. He topped the exam and won a gold medal. 3 years later, he earned his MA degree in 1907. He was deeply interested in science. He appeared for the financial services examination at the insistence of his father. He topped the examination and went to Kolkata in 1907 to join the Indian Finance Department as an Assistant Accountant General. Still, his heart was in scientific research and he began conducting research at the Indian Association of Cultivation of Science during his free time. His job was very hectic, yet he was so dedicated towards science that he often spent nights at research. In 1917, he got the opportunity to join the University of Calcutta as the first Pallitt Professor of Physics. Raman happily resigned from his government post to take up this position, though the new job paid much less than the previous one. Such was his dedication to science. During the late 1920s, he experimented on the scattering of light by observing the behavior of monochromatic light, which penetrated transparent materials and fell on spectrograph. This led to the discovery of what come to be known as Raman effect, which is presented at a meeting of scientists in 1928. He won the 1930s Nobel Prize in Physics for his work on the scattering of light and for the discovery of the Raman effect, becoming the first Indian to win Nobel Prize in Science. He was honored with the Bharat Ratna, India's first civilian award in 1954 in recognition of his invaluable contribution to the field of science. He was married on 6 May 1907 to Lokasundari Ammal. They had two sons, Chandrasekhara and Radhakrishnan. Raman was very deeply interested in musical instruments such as veena, violin and tabla. A few days before his 83rd birthday, Raman suffered a mild heart attack, but there was a quick recovery. He never dreamt of life without work. He had told his doctor, "I wish to live 100% active and fruitful life." Raman, a seeker of truth throughout his life, passed away on 21st of November 1970. So that's the story of the great C.V. Raman.